ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നമുക്ക് ആരോഗ്യത്തിന്റെ നിയമത്തിലേക്കും പ്രകൃതി നിയമത്തിലേക്കും സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്കും നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ സവിനയം തുടങ്ങട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവാം. സുസ്മിത സെന്നിന് ഹാർട്ട് അറ്റാക്ക് വന്നുപോയി എന്നുള്ളത് അവർ തന്നെ വെളിപ്പെടുത്തിയതാണ്. മിസ് യൂണിവേഴ്സായ സുസ്മിത സെന്നിന് ഹാർട്ട് അറ്റാക്ക് വന്നുപോയി എന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ അറിയിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ സമയത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ നടി, സീരിയൽ മേഖലയിൽ TV-യിൽ ഫെയിം ആയിട്ടുള്ള ഒരു നടിയുടെ മരണം നമ്മളെല്ലാവരും കണ്ടു. അപ്പം ആരോഗ്യം രാജ്യത്തും സംസ്ഥാനത്തും വല്ലാത്ത രീതിയിൽ ആരോഗ്യത്തിന് അപജയം കോട്ടം തട്ടുന്നു എന്നുള്ളത് അതും പ്രമുഖരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ പ്രമുഖരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുമ്പോൾ പിന്നെ നമ്മളെ പോലെ സാധാരണക്കാർ, നിങ്ങൾ ആരും സാധാരണക്കാരല്ല. നിങ്ങള് സാധാരണക്കാരുടെ മുമ്പ് എല്ലാവരും ചേർക്കണം. നിങ്ങൾ എല്ലാവരും അസാധാരണക്കാരായി മാറണമെങ്കിൽ നിങ്ങളിൽ സമ്പൂർണ്ണ ആരോഗ്യവും സമഗ്ര ആരോഗ്യവും ഹോളിസ്റ്റിക് ഹെൽത്തിന്റെയും പാഠങ്ങൾ നിരന്തരം ഉണ്ടാവണം. എങ്കിലേ ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റി ആയിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ പൂർണ്ണ ഫോക്കസ് നിങ്ങൾ ഏത് മേഖലയിലാണോ രമിക്കുന്നത് ആ മേഖലയ്ക്ക് പൂർണ്ണമായിട്ടും കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഒന്നാമതായിട്ട് ഉണ്ടാവണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ആരോഗ്യത്തിന് അപജയം സംഭവിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ആരോഗ്യം നന്നാക്കാനായിട്ട് കുറെ കൊടുക്കേണ്ടി വരും. എനർജി ഈസ് ഗെറ്റിംഗ് വേസ്റ്റഡ്. നാഷണൽ വേസ്റ്റേജ് ആണത്. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു അപജയം സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം, അതിനുവേണ്ടി കൊടുക്കുന്ന സമയം, അതിനുവേണ്ടി വിഷമിക്കുന്ന മനോവേദന, മറ്റു സാമ്പത്തിക വേദന, മറ്റു പ്രയാസങ്ങൾ, കുടുംബത്തിലുണ്ടാക്കുന്ന പ്രയാസങ്ങൾ, അതെല്ലാം നിങ്ങൾ എടുക്കുന്ന മുന്നോട്ട് പോകുന്ന മേഖലയ്ക്ക് ഉണ്ടാകുന്ന കോട്ടം ചെറുതല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് സാർ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണം. ഞാനൊരു വീഡിയോ സാറിന് ഇട്ട് വന്നിട്ടുണ്ട്, ലിങ്ക് ഇട്ട് വന്നിട്ടുണ്ട്. എന്റെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് സാബു സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു വീഡിയോ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തോട്ടെ, ഒറ്റ സെക്കൻഡ് അവരൊന്ന് സംസാരിച്ചു. ഓക്കെ, സാറിന്റെ സിസ്റ്റം ഓപ്പൺ അപ്പല്ലേ? അല്ല, ഞാൻ റെഡി, ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ എല്ലാവരും യോജിക്കുന്നുണ്ടോ? ആരോഗ്യത്തിന് അപജയം സംഭവിച്ചാൽ നമ്മുടെ ശ്രദ്ധയുടെ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ട നമ്മുടെ ലക്ഷ്യം, ഓരോരുത്തരും ഇപ്പൊ അധ്യാപകരുണ്ട്, തൊഴിലെടുക്കുന്നവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അപ്പൊ അവരുടെ ആ തലത്തിൽ കൊടുക്കേണ്ട സമയം നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായും അത് വളരെ പ്രധാനമാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടത് എമർജൻസി വരട്ടെ അപ്പൊ നോക്കാം, ആ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റണം. ഒന്നാമത് വീഴട്ടെ അപ്പൊ നോക്കാം, ആ കാഴ്ചപ്പാട് മാറ്റണം. ആരോഗ്യത്തിന് എന്തുണ്ട് എന്നുള്ളത് അത് ചാടി എടുക്കാനുള്ള ഒരു മാനസിക നിലയിലേക്ക് മലയാളികൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മൾ ലിറ്ററസി ഇല്ല. there is no health literacy for Malayalis so far. Need to be imbibe the health literacy more and more. അത് വീണ്ടും വേണം. ആരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത് ഇപ്പോഴും മലയാളിക്കില്ല, മറിഞ്ഞു വീഴുമ്പം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് ഹെൽത്തിനെ കമ്പാർട്ട്മെന്റ് ചെയ്ത് ഇങ്ങനെ എല്ലാവർക്കും വീതിച്ച് കൊടുത്തിരിക്കുക. ഡിവൈഡ് ചെയ്ത് അവിടെ ലാബിൽ കുറെ സമയം കൊടുക്കും, സ്കാനിങ്ങിന് കുറെ കൊടുക്കും, മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി കുറെ സമയം കൊടുക്കും, ഹോസ്പിറ്റലിൽ കുറെ സമയം കൊടുക്കും, അങ്ങനെ പലയിടത്തായിട്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടി ഞങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഹെൽത്ത് ലിറ്ററസി ഉണ്ടാവണം. ഈ കേൾക്കുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്വയം അന്വേഷണം ഉണ്ടാവണം, സ്വയം ഒരു വിലയിരുത്തൽ ഉണ്ടാവണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം Physiology. Recently, physicists like Akimov and Shipov, 1996, have discovered the existence of rotating fields known as torsion fields. These fields are not classical and have a scalar nature, informative field. The scalar nature is related to the informative aspect. Of Vedic literature can be torsion fields capable of receiving and processing information from the most subtle fields. They are whirling vortices of subtle energy involved with the flow of higher energies into the cellular structures of the physical body, true energy transformers. According to the subtle physiology of Hindu philosophy, these energies flow through the nadis, 72,000 in all. The energy channels nourishing the nervous system, brain, spinal cord, and peripheral nerves. Anatomically, the chakras are associated with the Physiology. Recently, physicists like Akimov and Shipov, 1996,
have discovered the existence of rotating fields known as torsion fields. These fields are not classical and have a scalar nature, informative field. The scalar nature is related to the informative aspect. The chakras of Vedic literature can be torsion fields capable of receiving and processing information from the most subtle fields. They are whirling vortices of subtle energy involved with the flow of higher energies into the cellular structures of the physical body, true energy transformers. According to the subtle physiology of Hindu philosophy, these energies flow through the nadis, 72,000 in all. The energy channels nourishing the nervous system, brain, spinal cord, and peripheral nerves. Anatomically, the chakras are associated with the nerve plexus and endocrine glands, transforming the energies of the higher dimensions into glandular hormonal production that influences the physiological and organic processes. The more subtle information, therefore, is transformed into chemicals by the glands as they are influenced by the scalar waves produced by the chakras. Each of the chakras is related to certain physical processes, organs, and psycho-emotional processes. The first has energetic relationships with the kidneys, large intestines, bladder, adrenal, and catabolic processes. The second is associated with the ovaries, prostate, uterus, and reproduction. The third has energetic relationships with stomach, spleen, pancreas, liver, gallbladder, small intestine, and anabolic processes. The fourth is associated with the thymus gland, immunity, and the heart. The fifth has energetic relationships with the lungs, throat, thyroid, and speech organs. The sixth is associated with pituitary, eyes, and middle of the brain. The latter has energetic relationships with the pineal and cerebral neocortex. Regarding the emotional and psychic aspects, the first chakra is linked to selfishness, competitiveness, and orientation toward survival. The second is linked to fear, sexual instinct, lust, and love. The third is linked to pride, anger, indignity, and resentment. The fourth is linked to universal love, feeling of loss, hurt, and jealousy. The fifth is linked to freedom of expression and frustration. The sixth is linked to mental clarity as well as cognitive confusion. The latter is linked to spiritual satisfaction and inner fulfillment, but also to spiritual despair and depression. Understanding the multidimensional nature of the human being, coupled with the application of new therapeutic modalities based on the use of subtle energies, will allow the adoption of more natural, less traumatic, non-toxic, and more efficient healing methods. Knowledge of how these energetic and informative fields interact within subtle anatomy and physiology is an essential prerequisite for the development of more effective and profound clinical and therapeutic strategies with regard to the multidimensional treatment of being. Do you end up forgetting all your Microsoft Excel formulas even? ഓക്കെ, നമ്മളിപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് അതിൽ നിന്ന് കിട്ടിയ ഒരു 3 മിനിറ്റ് വീഡിയോ ആണ്. അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ഓരോരുത്തരായിട്ട് പറയാമോ? റോയ് സാറ് എന്താണ് കിട്ടിയത്? ചക്രായാണ്, എനർജി സോഴ്സുകളാണ് കാണിച്ചത്. ഓക്കെ ഓക്കെ, അടുത്ത അബ്ദുറഹീം സാർ എന്താ കണ്ടത്? എന്താ പോയിന്റ് കിട്ടിയതിന്ന്? ഡിഫറെന്റ് ചക്രാസ്, അതിന്റെ പർപ്പസ്, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ എനർജി ലെവല് ഒക്കെ തന്നെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ആദ്യത്തെ 2 മിനിറ്റിൽ പറഞ്ഞ ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പൊ 2 സാറന്മാർ പറഞ്ഞത് ലാസ്റ്റ് 1 മിനിറ്റിൽ പറഞ്ഞ സൂചനയാണ്, 1 മിനിറ്റിൽ പറഞ്ഞ കാര്യമാണ് കിട്ടിയത്. ആദ്യത്തെ 1 മിനിറ്റിൽ പറഞ്ഞ കാര്യം എന്താണ് സൂചിപ്പിക്കാമോ? 2 സിസ്റ്റത്തെ കുറിച്ച് എടുത്തു പറഞ്ഞായിരുന്നു. നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ അനാട്ടമിയിലുള്ള 2 സിസ്റ്റത്തെ കുറിച്ച് എടുത്തു പറഞ്ഞു. ഏതൊക്കെ സിസ്റ്റം ആണെന്ന് ഓർക്കുന്നുണ്ടോ കണ്ടവര്? ഫസ്റ്റ് നാഭീചക്ര. ഫസ്റ്റ് നാഭീചക്രയാണോ രക്തചംക്രമണ വ്യവസ്ഥ അല്ലെങ്കിൽ മസ്കുലർ സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന പോലെ 2 സിസ്റ്റത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ലാസ്റ്റ് എനർജി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞത്.
ആദ്യം പറഞ്ഞ രണ്ട് സിസ്റ്റം ഏതാന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? പറയാം. കിഡ്നിയും പോക്കിളും. കിഡ്നി പോക്കിള്. അതല്ല, അത് സിസ്റ്റം അല്ലല്ലോ. സിസ്റ്റം, വ്യവസ്ഥ, ബോഡി സിസ്റ്റത്തില് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതാണ് അതിപ്പോ ഇതിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടവർ അത് പറയും. അല്ലാതെ ഇത് ഓണാക്കുമ്പോ ചിലപ്പം അത് കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയാം, അത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് രണ്ട് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, നെർവ് പ്ലെക്സസ്, സെൻട്രൽ CNS സിസ്റ്റത്തെ എടുത്തു പറഞ്ഞു. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടു സിസ്റ്റംസ് റെഗുലേറ്റിംഗ് ദ ബോഡി മെക്കാനിസം എന്ന് എടുത്തു പറഞ്ഞായിരുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റം വിച്ച് കംപ്രൈസസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് എടുത്ത് പറഞ്ഞു. കറക്റ്റ് അല്ലേ? ഓർക്കുന്നുണ്ടോ? പറഞ്ഞില്ലേ അങ്ങനെ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വരുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റവും പ്ലസ് എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക, എൻസൈംസ് ബോഡിക്ക് കൊടുക്കുക എന്ന് പറയുന്ന സാധനം. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഹോർമോൺ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ബോഡിയിൽ പെർഫെക്റ്റ് ആണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ടേക്ക് എനി കൈൻഡ് ഓഫ് മെഡിക്കേഷൻസ്. ഈ മെഡിസിൻസിലൂടെ കൊടുക്കണം എന്താണ്? ബോഡിയിലുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ ഫോറിൻ ആയിട്ട് പില്ല് വഴി എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ മെഡിസിൻ. ചുരുക്കി പറഞ്ഞ ആണോ അല്ലയോ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം പെർഫെക്റ്റ് ആണെങ്കിൽ, ഇഫ് അവർ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് വർക്കിംഗ് സൂപ്പർ, യു ആർ ഓൾവേസ് ഇൻ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. സമതുലതയിലായിരിക്കും. ബോഡി ഈസ് ഓൾവേസ് ഇൻ ഹോമിയോസ്റ്റാസിസ്. അതിനു മുന്നേ വേണ്ടത് നെർവസ് സിസ്റ്റമാണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, നട്ടൽ വ്യവസ്ഥയും ഫുൾ നാഡീ വ്യവസ്ഥകൾ. 72,000 നാഡീസ് ഉണ്ടെന്ന് ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. 72,000 നാഡികൾ. അപ്പൊ ആ നാഡികൾ അടങ്ങുന്ന സിസ്റ്റത്തെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റം. ആ സിസ്റ്റവും പെർഫെക്റ്റ് ആണെങ്കിൽ ഇത് രണ്ടുമാണ് ബോഡിയെ, ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന പ്രഥമ ഘടകം. അതിനും അപ്പുറം ഒരു സംഗതിയാണ് ചക്രയുടെ രൂപത്തിൽ എനർജി സിസ്റ്റമായിട്ട് ലാസ്റ്റ് പറഞ്ഞത്. ഈ 3 കാര്യമാണ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ അതിനെ സ്വാംശീകരിച്ച് എടുക്കാൻ അറിയണം. ഒരു കാര്യം നമ്മൾ കണ്ടാൽ, കേട്ടാൽ അതിനെ ഒന്ന് പ്രോസസ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ നേർക്കാഴ്ച കണ്ടു പോകരുത്. പോയിട്ട് കാര്യമില്ല. കാരണം ഹോളിസ്റ്റിക് ഹെൽത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ഡീപ്പ് തോട്ട് വേണം, ചിന്തിക്കണം. അതിന് വേണ്ട എലമെന്റ് അറിയണം. എനർജി സയൻസിനെ റെസ്പെക്ട് ചെയ്യണം. എനർജി സയൻസിനെ റെസ്പെക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോളിസ്റ്റിക് ഹെൽത്ത് ഒക്കെ തിരിച്ചു വരും. എല്ലാ സിസ്റ്റവും ഇവിടെ ഉണ്ട്. നമ്മുടെ എനർജി സയൻസ് നമ്മൾ ഇന്ന് എടുത്തു കളഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മൾ ഇന്ന് പറിച്ചു കളഞ്ഞു. ആ തോട്ട് നമ്മൾ ഇന്ന് എടുത്തു കളഞ്ഞു. ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും, മലയാളിയുടെ മനസ്സിൽ നിന്നും, ഇവിടത്തെ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് പോകും. അപ്പൊ അത് എടുത്തു കളഞ്ഞത് നമ്മൾ തിരിച്ച് ഇംബൈബ് ചെയ്യണം. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കണം, നമ്മുടെ ഫോക്കസ് വരണം, നമ്മുടെ ചിന്ത വരണം, നമ്മുടെ ഇതിന്റെ തോട്ട് പ്രോസസ്സിലേക്ക് ഞാൻ എന്റെ ചക്രയെ കുറിച്ച് ചിന്തിക്കണം. എനിക്ക് ഇവിടെ ഒരു എനർജി മണ്ഡലമുണ്ട്, ഓറയുണ്ട്, ആ ഓറയ്ക്ക് എന്തെങ്കിലും കോട്ടം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ ആ ചിന്ത തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. നിങ്ങളുടെ ചിന്ത തന്നെ നിങ്ങളിൽ ആരോഗ്യം കൊണ്ടുതരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ നിങ്ങൾ ദീനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന അത് തന്നെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് സംഭവിക്കും. വാട്ട് യു തിങ്ക് യു ബിക്കം എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. വാട്ട് യു തിങ്ക് യു ബിക്കം. വാട്ട് യു തിങ്ക് യു ബിക്കം. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായിത്തീരും. എല്ലാവരുടെ ലൈഫിൽ അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വർത്തമാനത്തിലൂടെയും നിങ്ങളുടെ സംസാരത്തിലൂടെയും നിങ്ങളെ നിരന്തരം ഇന്ററാക്ട് ചെയ്യുന്ന ലാംഗ്വേജിലൂടെയും, അവിടെയാണ് NLP പോലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എല്ലാം വർക്ക് ചെയ്യുന്നത്. ആ തോട്ട് പ്രോസസ്സിനെയും അവിടെ ന്യൂറോ വന്നില്ലേ, നെർവസ് സിസ്റ്റം ആണത്. ന്യൂറോ, ദെൻ ഭാഷ, ലിംഗ്വിസ്റ്റിക് ഭാഷ, ദെൻ പ്രോഗ്രാമിംഗ്, റീപ്രോഗ്രാമേറ്റ്. നിങ്ങൾ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക, റീപ്രോഗ്രാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. ഇത്രയേ ഉള്ളൂ NLP. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാഷ മാറ്റണം, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറ്റണം, നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പുതിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ ബ്രെയിനിനകത്തേക്ക് പുതിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആരോഗ്യത്തിന്റെ പെർസെപ്ഷൻസ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആരോഗ്യത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങൾ. So there comes the law of vibration, the law of universal law working, law of nature, law of attraction is happening there. അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ച നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രകൃതി നിയമത്തെ നിങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങളിലുള്ള ആരോഗ്യ നിയമത്തെയും കൂടി മാനിക്കാൻ ശ്രമിച്ചാൽ, പ്രകൃതി നിയമവും ആരോഗ്യ നിയമവും നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഹോളിസ്റ്റിക് ഹെൽത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ലൈം ലൈറ്റിൽ നിൽക്കുന്ന
ഒരു സുസ്മിത സെന്നിന് അല്ലെങ്കിൽ അവർ ആ മിസ് യൂണിവേഴ്സ് ആയിട്ട് അവർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ എന്താണ് കാരണം? ഒരുപാട് കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുത്ത് അസുഖത്തിന് ഇത് മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടാവും. വൺ ഓഫ് ദ റീസൺ ഓഫ് ദ ഡെത്ത് അക്കോർഡിംഗ് ടു WHO എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ADR ആണ്. എന്താണ് ADR എന്ന് അറിയാമോ? വൺ ഓഫ് ദ റീസൺ ഫോർ ഡെത്ത് ഈസ് ADR. എന്താണെന്നറിയാവോ? ആർക്കെങ്കിലും പറയാമോ ADR? ഗോകുമാർ സാർ, ADR എന്താ? ADR is nothing but adverse drug reaction. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, നിങ്ങളുടെ കഴിക്കുന്ന മെഡിക്കേഷനിൽ വരുന്ന ഡ്രഗ് റിയാക്ഷൻസ്. നിങ്ങൾ മറ്റൊരു വാർത്ത കണ്ടില്ലേ ഇന്ന്? ആർക്കെങ്കിലും അറിഞ്ഞോ മറ്റൊരു വാർത്ത ഇന്ന് വന്നിരുന്നു? ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജില് വയറ്റിനകത്ത് നിന്ന് കത്രിക എടുത്ത കാര്യം നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന അനാസ്ഥയാണ്. ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ 6 കൊല്ലം ആ യുവതി ആ കത്രികയും കൊണ്ട് നടന്നു, അറിഞ്ഞില്ല, വേദനയും സഹിച്ച് നരകിച്ച് ജീവിച്ചു. ഇതുപോലെയാണ് ഇവിടത്തെ ഓരോ മനുഷ്യരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. എവിടെയാണ് ആരോഗ്യം തകർന്നെന്നുള്ളത് നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിക്കണം. അനാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറണം. ആരോഗ്യത്തിന് ചെലവഴിക്കാൻ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെ ഹോളിസ്റ്റിക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. സമ്പൂർണ്ണ ആരോഗ്യം വരണമെങ്കിൽ അതിനു വേണ്ടി ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്കും ഗുണമുണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിനും ഗുണമുണ്ടാവും, നിങ്ങളുടെ ചെയ്യുന്ന മേഖലയിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിന് ഒരുപാട് സാധ്യതകൾ ആരോഗ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ ശരീരം ആദ്യം കലുധർമ്മ സാധനം എന്നാണ് വേദം പറഞ്ഞിരിക്കുന്നത്. ആദ്യം ശരീരം ഉണ്ടാവണം. അപ്പൊ ഈ സാധനത്തെ വളരെ പരിഭാവനമായിട്ട് എല്ലാവർക്കും ഉള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു സൂപ്പർബ് മെഷീൻ, സൂപ്പർ കമ്പ്യൂട്ടർ, ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഈ മനുഷ്യ ശരീരം, ലോകത്തെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റെല്ലാ ജീവജാലങ്ങളിലും എടുത്തു വെച്ചാൽ പോലും അതിലെല്ലാം ഒരു മുഴം എഴുന്നേറ്റ് മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സാധനത്തിന് വരുന്ന സ്ക്രാച്ചിനെ കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കണം. മൊബൈലിലെ സ്ക്രാച്ചോ വണ്ടിക്ക് തട്ടുന്ന സ്ക്രാച്ചോ മാത്രം ചിന്തിച്ചാൽ പോരാ എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതിനകത്ത് വരുന്ന ചെറിയ സ്ക്രാച്ചുകളോ അതിനെ പോലും നിങ്ങൾ ചിന്തിക്കാനും അതിനെക്കുറിച്ച് വീണ്ടും എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും പേർത്ത് തിരിച്ചു വരുത്താൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം നിരന്തരം നിങ്ങളിൽ ഉണ്ടാവും. സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ആ പ്രകൃതിയോട് ഒരു രമ്യതയോട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള പ്രകൃതി നിങ്ങൾക്ക് തിരിച്ച് അതേപോലെ റിട്ടേൺ തരും. പ്രകൃതി നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ ആരോഗ്യത്തിന് സഹായിക്കുന്ന രീതിയിൽ ഈ പ്രപഞ്ചവും പ്രകൃതിയും മറ്റുള്ള ഘടകങ്ങളും എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ ആകെ ഭ്രാന്തി പിടിച്ച ആളിനെ പോലെ ജീവിക്കേണ്ടി വരും. ചിലവർ പറയും, ചിലവർ പറയൂല. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ജീവിക്കും. അത് അവിടെ പോയിട്ട് കുത്തിയിട്ട് അവിടെ ബാക്ക് പെയിൻ ആയിട്ടും നടുവേദനയായിട്ടും മറ്റേതായിട്ടും ക്യാൻസർ ആയിട്ടും ഒക്കെ പുറത്തേക്ക് പിന്നെ കാണിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. സയൻസ് ഇസ് വെരി സിമ്പിൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസും സൈക്കോസൊമാറ്റിക് ഡിസീസുമാണ് ഇന്ന് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസും സൈക്കോസൊമാറ്റിക് ഡിസീസുമാണ് ഇന്ന് ഇവിടെ കിടന്ന് ഈ നമ്മളെ കുഴപ്പിക്കുന്ന സംഭവമായിട്ട് കറങ്ങുന്നത്. അത് നമ്മൾ തന്നെയാണ് വളം വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് കറങ്ങാൻ നമ്മൾ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അനുവദിക്കാതിരുന്നാൽ തിരിച്ച് നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിലേക്ക് നിങ്ങൾ പോവില്ല എന്നുള്ളത് 100% 200% കറക്റ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും പറയാനുണ്ടോ? കറക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു ജേക്കബ് കുസുമാലയം പറയാമോ? ജേക്കബ് സാർ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് അറിയാത്തവരാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത് കേട്ടോ, കാരണം അവർ അറിയാൻ എനിക്ക്. ജേക്കബ് സാർ ഒന്ന് പറയാമോ? ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് എൻ്റർ ചെയ്തേ ഉള്ളൂ, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ. ഈ ഐഫോൺ എന്ന് പറയുന്ന ആള് പറയാമോ എന്താണ് ഞാൻ പറഞ്ഞതിൽ ക്ലിയർ ആണോ എന്നുള്ളത്? ഐഫോൺ ആരാണ് പേര് പറഞ്ഞിട്ട് ഒന്ന് പറയാമോ? അവര് അവൈലബിൾ അല്ല. വിജയകുമാരി മാം, ഈ കറുത്ത സ്ക്രീനിനോട് സംസാരിക്കുന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ഡിസീസും സൈക്കോസൊമാറ്റിക് ഡിസീസും തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവിതശൈലിയിലുള്ള വ്യത്യാസവും പിന്നെ പണ്ട് എപ്പോഴോ മുതുകത്തൊരു ഓലമടൽ വീണിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോ എനിക്ക് വേദന വരുന്നതെന്നുള്ള ആ ഒരു ചിന്തയും
കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കൊറോണ വന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ അതുമായി റിലേറ്റഡ് ആയിട്ട് സൈക്കോസൊമാറ്റിക് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പല പല രോഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടമാണ്. താങ്ക് യു സർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കാനുള്ളത് നിങ്ങളുടെ ആ ന്യൂറോ ലിംഗ്വിസ്റ്റിക് നിങ്ങൾ ചേഞ്ച് ആക്കണം. ആ ഭാഷ അല്ലെങ്കിൽ ചിന്ത നിങ്ങൾ ചേഞ്ച് ആക്കിയാൽ മതി. ദർ ഇസ് നത്തിങ് ലൈക്ക് ബോഡി. സി, ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ മൊബൈല് താഴെ വീണു, സ്ക്രാച്ച് വീണു, അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആവോ? ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ശരീരത്തിന് ഒരു കീറൽ വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവോ? ശരിയാവും. Capacity of the human body. Human body has immense potential to have a self healing. ഒരു മുറിവ് വന്നാൽ ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം രക്തം വരുമായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് മൂടി അത് നന്നായിട്ട് അടഞ്ഞ് അതിനകത്തൊരു കറുത്ത ഇത് വന്ന് പാട വന്ന് ലെയർ വന്ന് നേരെ സ്കിന്ന് വരും. വാട്ട് എ പെർഫെക്റ്റ് സിസ്റ്റം ഇസ് ദിസ് വൺ. ഇതിനെയാണ് നമ്മൾ കൊണ്ട് വേണ്ടാത്ത ഇതിനൊക്കെ കൊടുത്ത് നമ്മൾ വെറുതെ ഉള്ളത് കൂടെ കൊളവാക്കി കളയുന്നത്. അപ്പോ ഈ ഒരു കപ്പാസിറ്റി ഇത് ഉള്ളത് കൊണ്ട് ഇതിനെ കൈയച്ച് വിടണമെന്നല്ല, ആ കപ്പാസിറ്റിയെ നിലനിർത്താൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിരന്തരം നിങ്ങൾ ചിന്തിക്കണം. ഈ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിരന്തരം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ആരോഗ്യത്തിന്റെ ഘടകങ്ങൾ, വ്യത്യസ്ത ക്ലാസ്സിലൂടെ പറഞ്ഞ ഘടകങ്ങളായിട്ടുള്ള നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല മനസ്സ്, നല്ല വിശ്രമം, നല്ല വ്യായാമം, നല്ല ബന്ധങ്ങൾ, നന്നായുള്ള ശുചിത്വ ബോധം, നന്നായിട്ടുള്ള പരിസ്ഥിതി ബോധം, നന്നായിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് മാറാനുള്ള ഒരു ബന്ധം. അതായത് ബന്ധങ്ങളിൽ അതെല്ലാം വരും. കുടുംബ ബന്ധം, സാമൂഹിക ബന്ധം, വ്യക്തിബന്ധം, ഇതെല്ലാം അതിനകത്ത് വരും. ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരം ഈ പറയുന്ന ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ബോഡിയിൽ എന്നും ഉണ്ടാവും. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് യു നീഡ് എ സപ്പോർട്ട് ഫ്രം അഡീഷണൽ ആയിട്ട് മെഡിസിൻ ആയിക്കോട്ടെ, അത് ഊന്നോടിയുടെ രൂപത്തിലായിക്കോട്ടെ, മറ്റെന്ത് രൂപത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉള്ള ഈ ഒരു ബോഡിയെ ഈ ബയോ മെക്കാനിസം, ഈ ഒരു ബയോളജിക്കൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബയോ കെമിക്കൽ ആക്ഷൻസ്, ബയോ കെമിക്കൽ റിയാക്ഷൻസ് നിരന്തരം ബയോ കെമിസ്ട്രി ലെവലിലും മൈക്രോബയോളജിയിലും ബോഡി സിസ്റ്റത്തിലും മെന്റൽ തലത്തിലും നമ്മുടെ ബയോ എനർജി സിസ്റ്റത്തിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ അത് ശരിക്കും വർക്ക് ചെയ്യും. ജസ്റ്റ് അതിൽ ശ്രദ്ധ കൊടുത്താൽ മതി. നിങ്ങൾ എനർജി സിസ്റ്റം എന്ന് പറഞ്ഞ എനർജി സിസ്റ്റത്തിലാണ് മനസ്സും വരുന്നത്. ആ മനസ്സിനെ ഒന്ന് കൊടുത്താൽ തന്നെ എനർജി ദാറ്റ് വിൽ ഗെറ്റ് വർക്ക്, ദാറ്റ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. ഇപ്പൊ മൊബൈല് വർക്ക് ചെയ്യണമെങ്കിൽ ഈ മൊബൈൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ എന്തെങ്കിലും കോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ട്രിഗർ ചെയ്യുന്നുണ്ട്, ദെൻ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ ലോക്ക് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഈ അൺലോക്കിംഗ് മെക്കാനിസം നമ്മളായിട്ട് ചെയ്യണം. ഇത്രേ പറഞ്ഞതുള്ളൂ. ഈ നിങ്ങളൊരു മൊബൈൽ കോൾ ചെയ്യാനോ ഒരു പർട്ടിക്കുലർ ആപ്പ് എടുത്ത് ഓപ്പൺ ആക്കാനോ ചെയ്യുന്ന അതേ സാധനം ബോഡിക്ക് ട്രിഗർ ചെയ്യാനും ആ ഒരു സ്വിച്ച് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഒരു മാനസിക നില, മാനസിക തോട്ട് പ്രോസസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അപ്പൊ അത് ഓൺ ആവും. ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ ഒരു എനർജി വേൾഡ് നിങ്ങൾക്ക് ഓണായി വരും. അത് ചിന്തിക്കാത്ത ഒരാൾക്ക് ആ ഫ്രീക്വൻസിയോ ആ വേവ് ലെന്തോ ആ വൈബ്രേഷനോ ഒരു കാലത്തും ഉണ്ടാവില്ല. അതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ നാറാണത്ത് പ്രാന്തനെ പോലെ എങ്ങനെ നടക്കും. ആരോഗ്യം എവിടെ ഉണ്ടെന്ന് പറഞ്ഞ നടക്കും. ഭ്രാന്ത് പിടിച്ച പോലെ നടക്കും. കൺഫ്യൂഷൻ ആയിട്ട് നടക്കും. ഒരു കൺഫ്യൂഷനും വേണ്ട, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഹെൽത്ത് ഈസ് ഇൻ യുവർ ഹാൻഡ്. ഹെൽത്ത് ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കൈകളിൽ ആരോഗ്യമുണ്ട്. ഈ ചിന്തയെ ഇങ്ങനെ പറയുന്ന ആളിനെ ഒരിക്കലും സ്യൂഡോ സയന്റിസ്റ്റ് എന്ന് വിളിക്കരുത്. അങ്ങനെ വിളിച്ച് വീണ്ടും കൂടെ ഉള്ള ആരോഗ്യം കൂടെ കളയരുത്. ഇപ്പൊ പലരും പറയുമ്പോൾ ഇത് ജിസ് സ്യൂഡോ സയൻസ് പറയാൻ രസമുണ്ട്. ആര് പറഞ്ഞിട്ട് വാക്കാന്ന് അറിയില്ല. ആരൊക്കെയോ കോയിൻ ചെയ്ത കുറെ വാക്കുമായിട്ട് ആൾക്കാർ ഇറങ്ങും. ഇത് പറയണത് ആ പറയുന്ന ആർക്കും അറിയില്ല ഞാൻ എന്താണ് പറയണതെന്നും അത് അറിഞ്ഞിട്ടാണോ പറയണത് അതും അറിയില്ല. ഒന്നുകിൽ അയാളത് പഠിക്കണം, പഠിച്ചിട്ട് സംസാരിക്കണം. എങ്കിൽ ഓക്കെ, സ്യൂഡോ സയൻസ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇതൊന്നും അറിയില്ല. അക്യൂപഞ്ചർ ഇസ് സ്യൂഡോ സയൻസ്, എനർജി മെഡിസിൻ ഇസ് സ്യൂഡോ സയൻസ്, ഹോമിയോപ്പതി ഇസ് സ്യൂഡോ സയൻസ്. ഇത് ആരാണ് അവർക്ക് അവകാശം കൊടുത്തത് പറയാൻ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഹൂ ഗേവ് ദ പെർമിഷൻ ടു സേ അബൌട്ട് എനിത്തിങ് വിച്ച് ഹി ഡസന്റ് നോ അബൌട്ട് എനിത്തിങ് അബൌട്ട് ഇറ്റ്? അവർക്ക് അറിയാത്ത ഒരു സാധനത്തിനെ കുറിച്ച് അവർ എന്തിനാ കമന്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത്, സർ അല്ലെങ്കിൽ ഡോക്ടർ, നിങ്ങൾ ഇത് പഠിച്ചിട്ടാണോ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നത്? ഡു യു ഹാവ് എനി നോളജ് ഇൻ ദാറ്റ്, എനി ഫൗണ്ടേഷൻ നോളജ് ഇൻ ദാറ്റ്? പ്ലീസ് ഡു ദാറ്റ്, ദെൻ കം ആൻഡ് ഡിബേറ്റ് പ്ലീസ്. നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാൻ ഏബിൾ ആവണം.
അങ്ങനെ ആരെങ്കിലും പറയാം, നിങ്ങൾ പഠിച്ചിട്ടാണോ സാർ കമന്റ് ചെയ്യുന്നത്? പഠിച്ചിട്ട് പറയൂ സാർ, അതിനെക്കുറിച്ച് എന്തറിയാം, അതെന്താണെന്ന് അറിയാം, അത് നിങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ പഠിക്കാതെ നമ്മളെ അറിയാത്തതെല്ലാം സ്യൂഡോ സയൻസ് എന്ന് വെച്ചാൽ അത് വേറെ എന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ്. അപ്പം ആരെന്ത് പറഞ്ഞാലും സയൻസ് ഈസ് ഓൾവേസ് ദ സയൻസ് ഈസ് എൻ ഇവോൾവിംഗ് എൻറ്റിറ്റിയാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ വികസനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സയൻസ് വികസിക്കുന്നുണ്ട്. ആർക്കാണ് അബദ്ധം പറ്റിയെന്നുള്ള ഇപ്പൊ എയിൻസ്റ്റീന്റെ തിയറി പോലും തെറ്റാന്ന് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെയാണ് ഈ അവരൊക്കെ പറയുന്നത് എയിൻസ്റ്റീൻ തെറ്റിപ്പോയെന്ന്. പുതിയ കാലത്ത് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ഇസ് ട്രൂ എന്ന് കഴിഞ്ഞ വർഷം നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് 3 ഫിസിസിസ്റ്റിന് അവര് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ഇസ് കറക്റ്റ്. അത് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാല് ഒരു കണതലത്തിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ദിശയിൽ അവൻ പ്രവർത്തിക്കും. ഒന്ന് ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നുണ്ടെങ്കിൽ അതേസമയം മറ്റത് ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻസ് രണ്ടും അത് വിപരീത രൂപത്തിലാണ് പ്രവർത്തിക്കുക. ഇനി മറ്റത് ക്ലോക്ക് വൈസിലോട്ട് മാറിയാൽ അവൻ ആന്റി ക്ലോക്ക് വൈസിലോട്ട് ആവും. ഇതാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. അല്ലെ ഡിസ്റ്റൻസ് സ്പേസ് കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ എയിൻസ്റ്റീൻ ആദ്യം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുമ്പോൾ ഇത് അറിയാതെ സംസാരിക്കരുത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വരെ ചോദിക്കണം. നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇത് പറയുന്നത്? അപ്പൊ അത് അറിയണം. ഇപ്പോ പുതിയ ടെക്നോളജീസ് ദെയർ ടു സീ ഇൻസൈഡ് ദ സെൽ, സെല്ലിനകത്ത് നടക്കുന്ന എന്താന്ന് പോലും കാണാനുള്ള ക്വാണ്ടം ലെവലില് ആ തലത്തിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോൺ തലത്തിലേക്ക് പോയി അതും കഴിഞ്ഞ് താഴോട്ട് പോയാൽ പിന്നെ ഒന്നുമില്ല. ഇൻഫർമേഷൻ ഫീൽഡാണ് അവിടെ, എനർജി ഫീൽഡാണ് അവിടെ. അത് നമ്മളെല്ലാം ചൈതന്യമാണ്. നമ്മൾ എത്രേ ഉള്ളൂ? 21 ഗ്രാമേ ഉള്ളൂ. ഞാൻ 21 ഗ്രാം എന്ന് പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മൾ 21 ഗ്രാമേ ഉള്ളൂ. ആർക്ക് പറയാം 21 ഗ്രാം എന്താന്ന്? നമ്മുടെ എന്താ സാർ? ഓക്സിജൻ. നോ. നിങ്ങളുടെ ജീവൻ പോകുന്ന ആ സോള്, ആ ഉണ്മ, അതിന് ജസ്റ്റ് 21 ഗ്രാം. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ബാക്കി കാണുന്ന ഫ്ലഷ്, ബോണ്, ഇതെല്ലാം അത് നമ്മളിപ്പൊ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടി തന്നിരിക്കണം. പക്ഷെ അതിന് ദർ ഈസ് നോ ബർത്ത്, നോ ഡെത്ത്. അതിങ്ങനെ എറ്റേണൽ ആണ് ആ സാധനം. അത് ഒരു കാലത്തും നശിക്കാത്ത, മരണവും ശേഷവും അത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മരിച്ചു തീർന്നു. നോ, യു ആർ നോട്ട് ഗോയിങ് ടു ഡെഡ്. ദാറ്റ് ഈസ് അവിടെ ഉണ്ടത്. നിങ്ങളെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് നിങ്ങൾ അവിടെ എല്ലാം ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇനി റിലീജിയസ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉണ്മ. അതിപ്പോ സയൻസ് ഇപ്പൊ കണ്ടെത്തി അതുണ്ട്, റിയൽ ആണ്. ആ സാധനം ഒരിക്കലും നശിക്കുന്നില്ല. അത് എനർജി ഫോമിൽ ഇരിപ്പുണ്ട്. അതിന്റെ വെയിറ്റ് ആണ് കേട്ടോ 21 ഗ്രാം. സോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമ്മളെ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിലോ, നമ്മുടെ സ്റ്റാർട്ടിങ് മനുഷ്യന്റെ ബാക്കി ജീവകാലത്തിനെ വിട്, ഒരു വെള്ളത്തുള്ളി ആയിരുന്നു നമ്മളൊരു വെള്ളത്തുള്ളി അല്ലേ, ഒരു ബീജമല്ലേ? അതിന് എത്ര വെയിറ്റ് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും വളരെ അശ്ലീകരമായിട്ട് കാണുന്ന ഒരു ചലത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ തുടങ്ങാനുള്ള സാഹചര്യം. അതല്ല, അതിനപ്പുറം വലിയ തലങ്ങളുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഫിസിക്കലി കാണുന്ന മനുഷ്യർക്ക് ഇത് പറഞ്ഞാലാണ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഇതിന് മുന്നേയൊക്കെ നമ്മുടെ ജീവിതം ഉണ്ടായിട്ടുണ്ടാവാം. അത് നമ്മുടെ കയ്യിലുള്ള തോട്ടിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഇതിന് മുന്നേ എവിടെ ആയിരുന്നു ഞാൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവിടെ നമ്മൾ സ്റ്റാർട്ടിങ് ഫേസ് പറഞ്ഞതാണ് ഞാൻ. ആ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സാധനമാണ്, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ. അതിൽ നിന്നാണ് ഒരു സെല്ല് ഫോം ആയി സൈഗോട്ടായിട്ട് ആ സെല്ല് മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് സെല്ലായി, ട്രില്യൺസ് ഓഫ് സെല്ലായിട്ട് നമ്മൾ മാറുന്നത്. സീ ദ ബ്യൂട്ടി ഓഫ് ക്രിയേഷൻ. സോ ഇങ്ങനത്തെ ഒരു ബോഡിയാണ് നമ്മൾ കൊണ്ടു നടക്കണം എന്നുള്ളത് ചിന്ത ഉണ്ടാവണം. അതിനകത്ത് വളരെ പരിഭാവനമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഇന്നർ ആയിട്ടിരിക്കുന്ന ആ സ്പിരിറ്റ്, അതാ സോൾ എന്ന് പറയുന്ന ചൈതന്യം എന്ന് പറയുന്ന സാധനം ലാസ്റ്റ് ഒരാളുടെ മരണശേഷം പോകുന്ന അതിന്റെ വെയിറ്റ് ആണ് കേട്ടോ 21 ഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മള് അതിനെക്കുറിച്ച് നമ്മളെ തോട്ട്, നമ്മുടെ ആരോഗ്യം നമുക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്കും ആരോഗ്യം തിരിച്ചു വരും. ഞാൻ ആദ്യം 6 മാസം മുന്നേ 7 മാസം മുന്നേ ആദ്യത്തെ സെഷൻ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുമ്പോൾ അന്ന് ഞാൻ ആദ്യം ആമുഖമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഓർക്കണം. ആർക്കെങ്കിലും സൗസൻ ഓർമ്മയുണ്ടോ? ഞാൻ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചാണ് തുടങ്ങിയത്. ഇതെല്ലാം വെറുതെ ചെയ്തതല്ല കേട്ടോ. അന്നത്തെ ആരോഗ്യ മാസികയിൽ വന്ന ഭൂമിയെക്കുറിച്ച് ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ ഞാൻ എണ്ണിപ്പറഞ്ഞ് അതുപോലെ വായിച്ച് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വായിച്ചു. നമ്മുടെ ആരോഗ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എന്താ? 30 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ സർവേ എടുക്കുന്നു.
ഇതാണ് അതിന്റെ ചുരുക്കം. അതിന്റെ വിശദാംശം ഇങ്ങനെ എടുക്കും, എങ്ങനെ എടുക്കും. 30 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഇപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ജീവിത ശൈലിയുടെ സർവേ പലവരുടെ വീടുകളിൽ വന്ന് എടുത്തിട്ടുണ്ടാവാം. അപ്പൊ അതിനെ തുടർന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയ്ക്ക് പ്രചണ്ഡമായ മിഷനറി ഒരു സൈഡിൽ കൂടെ ജീവിതശൈലി അഡ്രസ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ടോക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വ്യത്യസ്ത തലത്തിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ടോക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ഏരിയകൾ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ആരോഗ്യത്തിന്റെ ഘടകങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയും. എന്റെ ക്ലാസ്സിൽ നിങ്ങൾ വീക്ഷിച്ചാൽ കാണാൻ ഞാൻ ഒരിക്കലും അനാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ അങ്ങനത്തെ ചോദ്യം വരുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ സംസാരത്തിൽ നിന്നോ എന്റെ നാവെന്നോ ഒരു അനാരോഗ്യത്തിന്റെ പേര് പറഞ്ഞിട്ടോ അതിനെ എടുത്ത് പറഞ്ഞിട്ടോ ഞാൻ സംസാരിക്കാറില്ല. ഇന്ന് ഞാൻ 1-2 വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരോഗ്യമേ നിങ്ങളുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അത് നിരന്തരം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഈ ഒരു ക്ലാസ് കേട്ട് ഈ 1 മണിക്കൂർ കേട്ടങ്ങ് പോയിട്ടുണ്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ തോട്ടിനകത്തേക്ക് നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം. ഏതുപോലെ എന്ന് വെച്ചാൽ നിങ്ങൾ നിരന്തരം ന്യൂസ് ചാനലിൽ കണ്ട് നിങ്ങളിൽ ഒരു അറിയാതെ ആരോ ഒരു പൊളിറ്റിക്കൽ വ്യൂ നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പരസ്യം കണ്ട് ആ പരസ്യം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ ആ ഒരു ഉൽപ്പന്നം അവിടെ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ എടുക്കുന്നത് പോലെ ഈ ആരോഗ്യത്തെ നിരന്തരം നിങ്ങൾ സ്മരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും മാത്രമാണ് അത് നിങ്ങളിലേക്ക് ആകർഷിക്കുകയുള്ളൂ. അപ്പൊ അത് നിരന്തരം ആലോചിക്കണം, ചിന്തിക്കണം. അതിനുവേണ്ട ഘടകങ്ങൾ എന്താണെന്നുള്ളത് പല ക്ലാസ്സിലൂടെ കേട്ടിട്ടുണ്ട്. അതിനെല്ലാം ചെറുതായിട്ട് കാണാതെ സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങുക. ഞാനിതിപ്പോ എവിടെ നിന്ന് തുടങ്ങും, എന്ത് തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഇത് കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമല്ലോ. ഇതൊക്കെ എവിടെ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ആദ്യം തുടങ്ങാമെന്നുള്ള ഇപ്പം ഡോക്ടർ സാവു സാറൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് രാവിലെ എഴുന്നേറ്റ് ഒരു നല്ലൊരു റീഡിങ്. അപ്പൊ അത് ഒരു സ്റ്റെപ്പ്. അതുപോലുള്ള ചില റെസൊല്യൂഷൻസ് നിങ്ങളുടെ രീതിയിൽ ആരോഗ്യത്തിന് വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ എൻ്റെ ഫാമിലിക്ക് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും ആ ഒരു ചിന്ത എടുക്കുന്നത്. കാരണം ഒരാളുടെ നല്ല ആരോഗ്യം ആ ആളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരിലേക്കും അതിന്റെ വൈബ്രേഷൻസ് പോകുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അത് അവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഒരാളിൽ ഒരാരോഗ്യത്തിന്റെ പെർസെപ്ഷൻ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ഒരു ചെറിയ ഒരു ക്ലോസ് ഇന്നർ സർക്കിൾ ഉണ്ടല്ലോ, അവരിലേക്കെല്ലാം അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഏറ്റവും വലിയ നാഷണൽ അസറ്റ് ആണ് നമ്മുടെ ഹെൽത്ത്. അതുകൊണ്ടാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം. ഇന്നത്തെ ചലഞ്ചിങ് വേൾഡില്, ഇന്നത്തെ വെല്ലുവിളി നിറഞ്ഞ വേൾഡില് ആരോഗ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ ഒരാള് പോലും, എന്നെ ഇപ്പൊ കേൾക്കണം, നിങ്ങളെങ്കിലും അഡ്രസ്സ് ചെയ്യാതെ പോകരുത്, ജീവിക്കരുത്. ഇനിയുണ്ടോ കാലം? ഓരോ നിമിഷവും അതിനെ അഡ്രസ്സ് ചെയ്യാതെ ജീവിക്കരുത്. ആരോഗ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ ജീവിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേർഡ് കൃത്യമായിട്ട് കേൾക്കുക. ആരോഗ്യത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജീവിക്കുക. അതിന്റെ ആരോഗ്യത്തിന്റെ ഒരു എലമെന്റ് പോലും, ഒരു വ്യവസ്ഥയ്ക്ക് പോലും കോട്ടം സംഭവിക്കരുത് എന്ന ചിന്തയിലൂടെ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്സ് എങ്കിലും എടുക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതാ ഈ കൈ കൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഈ കയ്യിലിതാ ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചുതരാം. ഈ കയ്യിലിതാ ഇവിടെ ഇങ്ങനെ നമ്മൾ കൈ മുറുക്കിയിട്ട് ഇവിടെ ഇടിക്കുക, ഇങ്ങനെ ഇടിക്കുക, എന്നിട്ട് ഇവിടെ നമ്മൾ കൈ കൊണ്ട് 2 കൈയിൽ ഇങ്ങനെ കൊട്ടുക, ഈ പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക, ഈ 2 സൈഡ് തമ്മിൽ ഇങ്ങനെ ഇടിക്കുക. ഇതെല്ലാം ഓരോരോ മിനിറ്റ് എടുത്തോ ഇങ്ങനെ ചെയ്യുക. ഇനി ഈ കുഴ ഇങ്ങനെ ചുറ്റുക. 1 മിനിറ്റ് ചെയ്തോ. ഈ കുഴ ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ ഒരു 7 കാര്യങ്ങൾ. ഇത്രയും കാര്യം ഈ കയ്യിൽ മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കൈനെ, ദിസ് കൈ റെപ്രസെന്റ് ഫുൾ ബോഡി അക്കോർഡിംഗ് ടു സ്വിച്ച് ഓഫ് തെറാപ്പി. കൊറിയൻ അക്യുപഞ്ചർ പ്രകാരം ഈ കൈ എന്ന് പറയുന്ന ഫുൾ ബോഡിയാണ്. ഈ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നാൽ തന്നെ എല്ലാ വിരലൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഒന്ന് തിരിക്കുക തന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഡെയിലി ചെയ്യണം. ദിസ് ഹാസ് ടു ബി റിപ്പീറ്റഡ്. ഒരു ദിവസം കഴിഞ്ഞിട്ടും കളയാനല്ല, ഡെയിലി യു ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങൾ പല്ല് തേക്കുന്ന പോലെ നിങ്ങളുടെ റുട്ടീന്റെ ഭാഗമാക്കി മാറ്റണം. നിങ്ങൾ രാവിലെ കുളിക്കുന്നത് പോലെ, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന പോലെ ദിസ് ഹാസ് ടു ബി ഡൺ. ആർക്കാണിത്? ഇപ്പൊ നടക്കാനോ അല്ലെങ്കിൽ പോകാനോ ഒക്കെ പറ്റാതെ, ഇപ്പൊ റോയ് സാറിനെ പോലുള്ളവർ, റോയ് സാർ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അത്ര നടക്കാൻ കഴിയാതെ അല്ല വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വീട്ടില് ബെയർ ഫൂട്ടായിട്ട് നടക്കുക. എർത്തുമായിട്ട് നിങ്ങളുടെ ഫൂട്ട് ടച്ച് ഉണ്ടാവുക, സോയിലിൽ ടച്ച് ഉണ്ടാവുക, മണ്ണിൽ ചവിട്ടണം. മണ്ണിൽ ഒരു എനർജി ഉണ്ട്, ഒരു എർത്ത് പ്രാണമുണ്ട്, അത് ചവിട്ടുക.
ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് ആരോഗ്യം നിങ്ങൾക്ക് തരുന്ന ഘടകങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളെ ആരോഗ്യം നിങ്ങളിലേക്ക് കൊണ്ടുതരും. ക്ലിയർ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്തോ അറിയില്ല, റെസ്പോണ്ട് ഇല്ലാത്തതുകൊണ്ട്. കേൾക്കാം. സർ, യെസ് സർ. ഈ എക്സസൈസ് എല്ലാം നമ്മൾ രാവിലെ മോർണിംഗ് മെഡിറ്റേഷനിൽ ചെയ്യാറുണ്ട് ഡെയിലി. ഓക്കെ, ഡെയിലി ബീത മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സബു സാറിന്റെ ഇതിൽ ഇതെല്ലാം ചെയ്യാറുണ്ട്, മൈക്രോ എക്സസൈസ്. വെരി ഗുഡ്. ഓക്കെ, പിന്നെ നമ്മള് ഈ ആരോഗ്യം എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അപ്പോഴും നിങ്ങളെ ഈ മൈൻഡ് സെറ്റ് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ എനിക്കിപ്പം ആരോഗ്യം ഉണ്ടല്ലോ, ഇനിയിപ്പോ ഞാൻ എന്തിനാ ആ പ്രോഗ്രാമിലേക്ക് പോണത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ സാധനം എന്തിനാ, ഈ ആരോഗ്യം കൂട്ടാൻ ഞാൻ എന്തിനാ ചെയ്യുന്നത്? അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് കേട്ടോ. നമുക്ക് അറിയില്ല എപ്പോഴാണ് നമ്മളുടെ സിസ്റ്റം ഫെയിൽ ആവുന്നത്. സിസ്റ്റം നേരത്തെ ഫെയിൽ ആയിട്ടുണ്ടാവും, അത് പുറത്തേക്ക് സിംറ്റം ആയിട്ട് വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോംപ്ലക്സ് മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യണ ഈ സാധനം ഉള്ളില് ഒരു സെല്ല് ഡാമേജ് ആയാൽ മതി, അത് അവിടെ നിന്ന് തുടങ്ങും. നമ്മുടെ ഇൽനെസിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അത് എന്ന് തുടങ്ങി എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയുക, എപ്പോഴറിയാൻ കഴിയുക. അപ്പൊ നിരന്തരം അതിനെ നമ്മൾ ശ്രദ്ധിച്ച് പരിഭാവനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയെന്നാൽ മാത്രമാണ് ഈ കഴിവ്, ഈ ശേഷി ഇമ്മ്യൂണിറ്റിയും പറഞ്ഞ എൻഡോക്രൈൻ സിസ്റ്റവും ഈ പറഞ്ഞ ശേഷി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൽനെസിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ പിന്നെ ഓടി നടന്ന് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, പിന്നെ ആരുടെ കൺട്രോളിലായി, മറ്റാരുടെ കൺട്രോളിലായി പോയി. അപ്പൊ അതിന് ഗതി വരാത്ത അവസ്ഥയിൽ ഈ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ വഴി നമ്മളുടെ അടുത്തിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റണം, നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. നിങ്ങൾ ഈ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾ കേട്ട് കിടന്ന് ഉറങ്ങരുത്. ഇത് കേട്ട കാര്യം നിങ്ങളുടെ കുട്ടികളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഈ ഒരു ബോധ്യം, ഈ ഒരു ചിന്ത കൊടുക്കണം. ഇതിനെ ശ്രദ്ധിക്കണമെന്നും അവർ കുറെയൊക്കെ ഇപ്പൊ ന്യൂ ജനറേഷൻ അവരിപ്പോ എടുക്കുന്നതെല്ലാം ഗൂഗിളിനെ ആശ്രയിച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. വെയിറ്റ് ലോസും ഒക്കെ നോക്കിയിട്ടാണ് കുട്ടികളൊക്കെ ഇപ്പൊ എന്താണ്, അവർ ഫുഡ് പോലും കഴിക്കൂല. അത് ചില തെറ്റായതുണ്ട്. ഇപ്പം ഫുഡ് കഴിക്കാതെ വെയിറ്റ് ലോസ് ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. ഫുഡ് ആവശ്യത്തിന് ഫുഡ് കഴിക്കണം. പക്ഷെ അവർ എന്നാലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഇത്രയും ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പം നമ്മളിലൊരു ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്ന സാധനം അറിയാതെ നമ്മളിൽ ഉണ്ടാവും. അറിയാതെ എന്നല്ല, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് സ്വാഭാവികതയാണ്. നമ്മളത് ചിന്തിച്ചാൽ മതി, അങ്ങനെ പ്രവർത്തിച്ചാൽ മതി, അത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായാൽ മതി. ആ സ്വാഭാവികതയിൽ അത് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് നിങ്ങളടുത്ത് ക്വാണ്ടം റെസണൻസ് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഹീലിംഗ് നടക്കേണ്ടത് അത് നടത്തുന്നത് റൂട്ടിലാണ്. ഒരു മരത്തിന് ശാഖകളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഇലകളുണ്ട്, തടിയുണ്ട്, വേരുണ്ട്. ക്വാണ്ടം ഹീലിംഗിൽ സംഭവിക്കുന്നത് വേരിലാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്. വളരെ ഡീപ്പ് ഇൻസൈഡ് സെല്ലിനകത്ത് പോയിട്ട് കറക്റ്റ് എനർജി വേൾഡിൽ പോയിട്ട് കറക്റ്റ് ചെയ്ത് കളഞ്ഞാൽ ടോട്ടലി ക്ലിയർ ആയി. വേറെ ഓക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ ഈസ് സ്ട്രോങ്. അപ്പൊ പിന്നെ നല്ല തടിയും നല്ല ഇലയും നല്ല ഫ്രൂട്ടുമായിട്ട് വരും. ഇപ്പൊ നടക്കുന്നത് നമ്മളെ കാഴ്ചപ്പാട് നമ്മൾ ഫ്രൂട്ടിലും ഇലയിലുമാണ് നിൽക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യമായിട്ട് കണക്ട് ചെയ്യണേ. നമ്മൾ ഇലയിലും ഫ്രൂട്ടിന്റെയും ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. റൂട്ടിലേക്ക് ചിന്തിക്കുക. ആരോഗ്യത്തിന്റെ ഉറവിടം എവിടെയാണ്, ആ ഉറവിടത്തിൽ പോയി കറക്റ്റ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് സയൻസ് ആണ് ക്വാണ്ടം ഹീലിംഗ്. അത് ഇവോൾവിംഗ് ആണ്. അപ്പൊ അത് വളരെ സാധ്യതയുള്ളതാണ്. ഇന്നർ ഹീലിംഗിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇന്നർ ഹീലിംഗിൽ വൈബ്രേഷണൽ ലെവലിൽ നിങ്ങളെ കറക്റ്റ് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരം നിർത്തണം. ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞതാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി എനിക്ക് തോന്നുന്നുണ്ട് പ്രധാനമായിട്ട് ഇനി ഒന്ന് എടുത്തു പറയേണ്ടത് ശുചിത്വം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലേ സാർ? ശുചിത്വം എന്നുള്ള ക്ലാസ്സിൽ വന്നിട്ടില്ല. ശുചിത്വത്തിന്റെ ക്ലാസ് നമുക്കൊരു ക്ലാസ് എടുക്കാം. ബാക്കി ഏകദേശം ഘടകങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ക്വാണ്ടം ഹീലിംഗിന്റെ ഡിവൈസ് ഒക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആവശ്യമുള്ളവർ വാങ്ങി ഉപയോഗിച്ചുകൊള്ളുക. അതിന് വലിയ സാധ്യതയുണ്ട്. നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. ഒരുപാട് പേരിലേക്ക് എത്താനുണ്ട് ഈ സാധനം. അത് ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾ ഷെയർ ചെയ്ത് അത് മറ്റുള്ളവർക്ക് അറിയിക്കാനും കൂടി മുന്നോട്ട് വരണം. അപ്പൊ ഇങ്ങനെയുള്ള എനർജി വേൾഡാണ് ഇനി ഫ്യൂച്ചർ മെഡിസിൻ എന്ന്
മുന്നേ തന്നെ മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ അതിന്റെ സ്റ്റാർട്ടിങ് ഫേസിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. ഇനി അങ്ങോട്ടൊരു റെവല്യൂഷൻ അത് കാണാനിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അതിന്റെ ഒരു റെവല്യൂഷൻ കാണാനിരിക്കുന്നു. അതിനെ നമുക്ക് വെൽനസ് റെവല്യൂഷൻ എന്ന് വിളിക്കാം, ഹെൽത്ത് റെവല്യൂഷൻ എന്ന് വിളിക്കാം, നിങ്ങൾ എന്ത് വേണോ വിളിച്ചോളൂ. റിയൽ വെൽനസ് റെവല്യൂഷൻ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹിയർ ഇൻ ബെസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ നമ്മളിപ്പോ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. മലയാളികള് പ്രോഗ്രസീവ് സൊസൈറ്റി ആണെങ്കിൽ മുൻപന്തിയിൽ നിൽക്കണം, മുന്നിലുണ്ടാവണം, പിന്നിൽ പാടില്ല. നോർത്ത് ഇന്ത്യൻസ് എല്ലാം അത് ഏറ്റെടുക്കേണ്ടത്, നമ്മളായിരിക്കണം ഏറ്റെടുക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്കിപ്പോ ഈ സുവർണ അവസരത്തിൽ പറയാനുള്ളത്. ആരോഗ്യത്തിന്റെ കാഴ്ചപ്പാടും ആരോഗ്യത്തിന്റെ മാനസികാവസ്ഥയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം നിങ്ങൾ ഓരോരുത്തരും രൂപപ്പെടുത്തണമെന്നും അതിനു വേണ്ടിയിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിങ്ങളെ ഓരോരുത്തരുടെയും തലച്ചോറിൽ രൂപപ്പെടട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വരണം. അതനുസരിച്ചുള്ള പ്രവർത്തനവും കൂടി വരണം, ആ ടച്ച് കൂടി വരണം, ഫീൽ കൂടി വരണം. നമ്മളിങ്ങനെ കേട്ട് കളയലല്ല. ഓഡിറ്ററി മാത്രമേ ഇപ്പൊ ഓൺ ആയിട്ടുള്ളൂ. വിഷ്വലും ഓണാവണം, കെനസ്തെറ്റിക്കും ഓണാവണം, വാക്ക് 2-3 ഓണാവണം. അപ്പോഴേ ആ സാധനം ശരിക്കും അവിടെ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് ഇറങ്ങണം. ക്യാമ്പെങ്കിൽ ക്യാമ്പ് ഇറങ്ങണം സാറേ. നമ്മൾ പറ്റുന്നവർ ചെയ്യുക. ഐ ആം റെഡി ടു കം ഓവർ ദെയർ. ക്യാമ്പെങ്കിൽ ക്യാമ്പ് നമുക്കത് കൊടുക്കണം. ജനത്തിന് ആരോഗ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. രോഗം പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഗതികെട്ട് നമ്മളിങ്ങനെ പിരിവ് നടത്തിയിട്ട് കുറെ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ നടക്കുന്നില്ലേ? എന്തിനാണ് അങ്ങനെ പോകുന്നത്? We have to look at the source. We are having health is here. ആ ഹെൽത്തിനെ കൊണ്ട് എവിടെയോ കളഞ്ഞിട്ട് പിന്നെ കളഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് എന്തൊരു അബദ്ധമാണ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളത്. പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനവും പ്രോഗ്രസീവ് ആയിരിക്കണം, നമ്മുടെ ചിന്തയും പ്രോഗ്രസീവ് ആയിരിക്കണം. നമ്മൾ പ്രോഗ്രസീവ് സൊസൈറ്റി കടലാസിൽ എഴുതി വെച്ചാൽ പോരാ. ചിന്തയിൽ വരണം, ആരോഗ്യത്തിലുണ്ടാവണം, നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാവണം, നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാവണം, നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം തിരിച്ചു വരട്ടെ, റീജനറേറ്റ് ചെയ്യട്ടെ. നിങ്ങളിൽ ഓരോരുത്തരുടെയും സെല്ല് ഡീജനറേഷനും നടക്കും, റീജനറേഷനും നടക്കും. ആ സെല്ലുകളൊക്കെ എല്ലാവരുടെയും റീജനറേഷൻ വരട്ടെ, സംഭവിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു ബിദിൻ. വളരെ ഗംഭീരമായ ഒരു ക്ലാസ് ആയിരുന്നു. ഹോളിസ്റ്റിക് ഹെൽത്തിലേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യത്തിന്റെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് തിരിച്ചു വരാനുള്ള ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള പ്രോസസ്സുകളായിരുന്നു പറഞ്ഞത്. അവിടെ പ്രത്യേകിച്ചും CNS സിസ്റ്റവും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവും ഒക്കെ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി ഏകദേശം 15 ക്ലാസ്സുകളിലൂടെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് ബിദിൻ വരുന്നത്. അവിടെ എനർജി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ടും അതിനുള്ള ചില രീതികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. സോ താങ്ക് യു വൺസ് അഗെയിൻ. ഇനി നമുക്ക് ഇതുപോലത്തെ വിഷയങ്ങൾ കേൾക്കാം അടുത്ത ആഴ്ചകളിൽ. റോയ് സാർ പ്ലീസ്. ജേക്കബ് സാർ പറഞ്ഞോളൂ. ജേക്കബ് സാർ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഒരു 21 ഗ്രാംസ് എന്ന് പറഞ്ഞിരുന്നു സാറേ. ഞാനിച്ചിരി ലേറ്റ് ആയിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പൊ അതിനകത്ത് കേട്ട ഒരു സംഭവമാണ്, ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഉണ്മ, നമ്മുടെ ചൈതന്യം, അതിന്റെ വെയിറ്റ് ആണ് പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് മരണം സംഭവിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണോ പുറത്തേക്ക് പോണത് അതിന്റെ വെയിറ്റ് ആണ് 21 ഗ്രാം. എങ്ങനെയാ അത് പ്രൂവ് ചെയ്യുന്നത്? ഈ 21 ഗ്രാംസ് എന്ന് പറയുന്ന ആ ഒരു എസൻസ് അല്ലെങ്കിൽ ആ മാത്ര എന്താ? 21 ഗ്രാം എന്നൊരു മലയാള ഫിലിം ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക് എല്ലാവരും. 21 ഗ്രാം ദർ ഇസ് എ മലയാളം മൂവി റീസെന്റ്. അതൊരു മൂവിയാണ്, അതിനകത്തൊക്കെ ഇത് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾ അടിച്ചു നോക്കുക, ഉണ്ട് സംഗതി. വളരെ ആ ഉണ്മ അല്ലേ, നമ്മളെ കാറ്റ് പോയി, ആ കാറ്റാണ്, കാറ്റിന്റെ വെയിറ്റ് ആണ്. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ മരിക്കുന്നതിന് മുമ്പുള്ള തൂക്കവും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ബോഡിയുടെ തൂക്കം തമ്മിൽ ഡിഫറൻസ് ആയിരിക്കുമോ ഈ പറയുന്ന 21 ഗ്രാം? ഉണ്ടാവണം. മറ്റത് കൂടിയും കുറഞ്ഞ ഇറച്ചിയുടെ വെയിറ്റും കൂടി വെയിറ്റ് കൂടുമെന്നാണ് സാധാരണ, മരിച്ചു കഴിയുമ്പോൾ വെയിറ്റ് കൂടുമെന്നാണ് സാധാരണ കേട്ടിട്ടുള്ളത്. അല്ല, ഡെഡ് ബോഡിക്ക് വെയിറ്റ് കൂടുതലാന്നാ പറയുന്നത്. നമ്മൾ 2 കാര്യവും പറഞ്ഞു. നമ്മൾ തുടക്കം ഒരു ചെറിയ ജലകണികയിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. നമ്മുടെ വെയിറ്റ് വളരെ, അതാണ് നമ്മൾ ഓരോരുത്തരും ഒരു വെള്ളത്തുള്ളി അല്ലായിരുന്നോ? അല്ല, അതിൽ നിന്ന് ഒരു സെല്ല് സ്പ്ലിറ്റ് ചെയ്ത് ട്രില്യൺസ് ഓഫ് സെൽസ്. നമ്മൾ
നമ്മുടെ ബോഡി ഒരാളല്ല. വി ആർ നോട്ട് എ സിംഗിൾ എൻറ്റിറ്റി, വി ആർ എ യൂണിവേഴ്സ്. നമ്മളൊരു പ്രപഞ്ചമാണ്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നാഡി ഞരമ്പുകളും ലക്ഷക്കണക്കിന് നാഡികളും കാടും മലയും പുഴയൊക്കെ ഇതിനകത്തുണ്ട്. കടലാണ് 70%. അതാണ് പ്രപഞ്ചത്തില് ഈ ഭൂമിയിൽ 70%. അതിന്റെ മിനിയേച്ചറാണ് മനുഷ്യൻ. ഈ ചിന്ത വികസിക്കണം. ഈ വികസിച്ച ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാകും. ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ ചിന്ത ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ ശരിയായ ആരോഗ്യത്തെ ടച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതില്ലാതെ തോന്നിയ പോലെ ജീവിച്ചിട്ട് കുറെ നല്ലൊരു സ്മാർട്ട് ഫോണും ബാങ്ക് അക്കൗണ്ടിൽ കുറെ പൈസയുണ്ട്, ഞാൻ എല്ലാം ആയി എന്നൊരു തികഞ്ഞ തെറ്റായ ധാരണ മലയാളിക്ക് വന്നോ, അഹങ്കാരം വന്നോ, നമ്മൾക്ക് കൊളുത്ത് വീണിട്ടുണ്ട്. ആ കൊളുത്ത് മാറ്റണമെങ്കിൽ ഈ ചിന്ത നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരണം. എന്തിന് നമുക്ക് നാട്ടിൽ പ്രളയം ഉണ്ടാവില്ല, നമ്മളെ നാട് തിരിച്ച് പ്രകൃതി നമ്മളെ സഹായിക്കും, പ്രകൃതി നമ്മുടെ വാട്ടർ എക്സസ് ആവൂല, എർത്ത് എക്സസ് ആവൂല, എല്ലാം ബാലൻസിൽ വരും, നമ്മുടെ ശരീരവും ബാലൻസിൽ വരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. വലിയ സയൻസ് ആണ് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ബാക്കി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവ ജ്ഞാനം വെച്ചിട്ടും ഇനി പുതിയ പഠനത്തിലേക്ക് പോകുമ്പോഴും പഠിച്ചെടുത്തോളാൻ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യണം. അത് പഠിക്കണം, മനസ്സിലാക്കണം. നമ്മൾ വെറുതെ വന്നിട്ടുള്ളവരല്ല. there is a purpose here in this world. നമുക്കുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തിട്ടേ പോകാവൂ. ഒരു മുദ്ര പതിപ്പിച്ചിട്ടേ എല്ലാവർക്കും പോകാവൂ. നിങ്ങൾ ചെയ്യുന്ന മണ്ഡലത്തിൽ ഒരു 4 പേര് അറിയുന്ന അല്ലെങ്കിൽ 4 പേർക്ക് ഗുണം കിട്ടുന്ന, മരണശേഷം ഇദ്ദേഹത്തെ കൊണ്ട് ഇന്ന ഗുണമുണ്ടായിരുന്നു 4 പേര് പറഞ്ഞിട്ട് പോകണം എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കണം. ആരോഗ്യത്തെക്കുറിച്ചാണ് പറയണമെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ കൊടുക്കുക. നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ ചെയ്യുന്നത് അതിലൊരു വ്യത്യസ്തത ഉണ്ടാവണം എന്ന് മാത്രം പറയണം. അത് ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം ഒന്നാമത് ഉണ്ടാവണം, അല്ലേ? ഇപ്പൊ ഇതില് നമ്മള് ഇതിലിപ്പോ നമ്മള് സെലിബ്രിറ്റീസിലിപ്പോ നോക്കുകയാണെങ്കിൽ ഫിലിം സ്റ്റാർ മമ്മൂട്ടി ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് ഇൻ എ ഗുഡ് വേ. അദ്ദേഹം 50 കൊല്ലം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്, ഒരു കോട്ടം തട്ടാ. അത് അന്ന് മുതലേ അദ്ദേഹത്തെ ഒരു ഇന്റൻഷനാണ്. ഞാൻ ഒരു കാര്യം അതുകൂടെ ഞാനിപ്പോ പുള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ 369 എന്താന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പൊ കണ്ടെത്തി കേട്ടോ. പുള്ളിയുടെ നമ്പർ 369, സീക്രട്ട് ഓഫ് ദ യൂണിവേഴ്സ്. യു നോ ദാറ്റ് 369? പുള്ളിയുടെ ആർക്കെങ്കിലും അറിയാവോ 369 എന്താന്ന്? ജേക്കബ് സാർ അറിയോ? അറിഞ്ഞൂടാ, എന്നാ കേട്ടോളുക. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ദ യൂണിവേഴ്സ്. ആ അറിഞ്ഞ മനുഷ്യനാണ്, വെറുതെ ഒന്നും അല്ല പുള്ളി ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം മമ്മൂക്കായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മലയാളിയുടെ പ്രിയങ്കരനായിട്ടും ലോകത്തെ അറിയുന്ന ഒരാളായിട്ട് കയറി നിൽക്കുന്നത്. 3 is energy, 6 is frequency, 9 is vibration. എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ, അതാണ് അതിന്റെ കോഡ്. നിക്കോള ടെസ്ല പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു നോ ദ സീക്രട്ട് ഓഫ് ദ യൂണിവേഴ്സ് എന്ന സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. ടെസ്ല കോഡാണ് T69, ടെസ്ല കോഡ്. ഒരുപാട് രഹസ്യം ഉള്ളിലുള്ള സാധനമാണ്. ഒരാളെ അതായത് വിജയിക്കുന്നവരുടെ ശരിക്കും കോഡാണത്. അദ്ദേഹം അത് എടുത്തിട്ടുണ്ട്, അദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമാക്കിയത്. അത് പല രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടാവും. അത് നമ്പർ, അതല്ല ഏത് വണ്ടി എടുത്താലും അദ്ദേഹത്തിന്റെ വണ്ടിയുടെ നമ്പർ അതാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുള്ളത് കൊണ്ടാണ്, ആ കാഴ്ചപ്പാടൊക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്നതെന്ന് മാത്രം പറയാണ്. അപ്പൊ പുള്ളി ഞാൻ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഇങ്ങനെ ഒരു സയൻസ് ഇതിനകത്തുണ്ട്. ആ സയൻസ് നിങ്ങളെ ഞാൻ അറിയിച്ചതാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ദാറ്റ് ഇസ് എ ടെസ്ല കോഡ് 369. അത് എനർജി ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ ഞാനത് ജസ്റ്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആരോഗ്യത്തിന്റെ ഉറവിടം അവിടെ ഉണ്ട്. അപ്പൊ അത് അറിഞ്ഞതുകൊണ്ടാണ് പുള്ളി എന്നും ഹോസ്പിറ്റലൈസ് കയറി നമ്മൾ കേട്ടിട്ട് കൂടിയില്ല. എന്തെങ്കിലും ഹോസ്പിറ്റലായെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും നല്ല ഉഷാറായിട്ട് ചെറുപ്പക്കാരനേക്കാളും നല്ല നല്ല പ്രൊജക്റ്റിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അത് പ്രൊഡക്റ്റീവാണ്. പ്രൊഡക്ടിവിറ്റി കണ്ടില്ല ഈ പ്രായത്തിലും. 72-ാം വയസ്സിലും നല്ല പ്രൊഡക്റ്റീവായിട്ട് ആ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ പൊട്ടൻഷ്യൽ ഉണ്ട്. അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ആ ചിന്തയെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ആകർഷിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് ചിന്തിക്കുക. ആ ഉറവിടം എവിടെയാണ്? സോഴ്സ്, ആ വേരുകളിലേക്ക് നോക്കുക. വെറുതെ മരത്തിന്റെ ഫ്രൂട്ട് മാത്രം നോക്കരുത്, ഇലയിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്, പുറമോടി മാത്രം വൈറ്റ് വാഷ് ചെയ്തിട്ട് കാര്യമില്ല. വീട്ടിനകം കൂടി ഒന്ന് വൃത്തിയാക്കാൻ നോക്കുക. പുറത്ത് മാത്രം നല്ല വൃത്തിയായിട്ട് പെയിന്റൊക്കെ അടിച്ച് പുറത്തുനിന്ന് കാണുമ്പോൾ കൊള്ളാം, അകത്തോട്ട് കയറിയാൽ ആകെ കച്ചട, ക്ലിയർ ഇല്ല, വൃത്തിയില്ല, തുണിയെല്ലാം കൂടെ തോന്നിയ പോലെ. ഞാൻ പല എക്സാമ്പിൾസ് ഞാൻ പറയുന്നതാണ്. അപ്പൊ ആ ഇന്നർ ലെവൽ അകം ക്ലിയർ ആവുക, എല്ലാം ക്ലിയർ ആവുക. ക്ലിയർ ആയാലും സ്വാഭാവികമായിട്ടും ആരോഗ്യം നിങ്ങളിലേക്ക് വരും. അത്രയാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ഇതുപോലെയുള്ള ആൾക്കാരെ കണ്ടിട്ട്
അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി ഫോളോ ചെയ്യാൻ ആൾക്കാർക്ക് തയ്യാറാവും. അതല്ലാണ്ട് നമ്മൾ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന്. രണ്ട്, ഇത് അഡോപ്റ്റ് ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു മൈനസ് പോയിന്റ് എടുത്തു നമ്മളോട് പറയും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ പറഞ്ഞൊക്കെയല്ല, ജീവിത ശൈലിയിലൂടെ കാണിക്കുകയും അതൊരു സക്സസ് ആണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വന്നാൽ മാത്രമേ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ കാര്യം അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നാച്ചുറോപ്പതിയുടെ കാര്യങ്ങളിൽ അതിലൊക്കെ, പക്ഷേ അത് അഡോപ്റ്റ് ചെയ്യുന്നവരും ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനിടയിൽ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവര് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടാ. അലോപ്പതി പോയി അഡോപ്റ്റ് ചെയ്യും രഹസ്യമായിട്ട്, ആരും അറിയരുത്. കാരണം അതിന്റെ ഒരു വക്താവായിട്ട് നിന്നിട്ട് ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരും എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ എല്ലാം അത് പൂർണ്ണമാണ് എന്ന് പറയാനൊക്കത്തില്ല. ഇപ്പൊ സാർ പറഞ്ഞ ഹോളിസ്റ്റിക് അതാണ്, അതിന് ഓരോന്നിനും ഓരോ ഇതുണ്ട്. പക്ഷേ ഈ അഡോപ്റ്റ് ചെയ്യുന്നതിൽ നമ്മളതിന്റെ ഒരു ഭാഗം പറയുമ്പോൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർ. ഇപ്പൊ ഞാൻ തന്നെ, എനിക്ക് തന്നെ ഒരു പറയാനുള്ള, എൻ്റെ ഫാദർ നാച്ചുറോപ്പതിയുടെ വലിയ വക്താവായിരുന്നു. അതിൽ ഒത്തിരി ആൾക്കാരും അതുമായിട്ട് ഏർപ്പെട്ടു പോയി. പക്ഷെ നാച്ചുറോപ്പതിയിൽ ഒത്തിരി ഗുണങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നു. അപ്പൊ അതിനിടയിൽ ഈ പറയുന്ന കാറ്ററാക്റ്റിന്റെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. നാച്ചുറോപ്പതി കൊണ്ട് തീരെയല്ല. അപ്പോ അതിന് പോകാൻ ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഈ നാച്ചുറോപ്പതി അഡോപ്റ്റ് ചെയ്തിട്ട് ഈ അലോപ്പതി പോയി കാറ്ററാക്ട് ഓപ്പറേഷന് പോവുക എന്ന് പറയുമ്പോൾ ഈ നാച്ചുറോപ്പതിയെ കുറിച്ചുള്ള മറ്റുള്ളവർക്ക് ഒരു മതിപ്പില്ലായ്മ വരുമല്ലോ എന്ന് തോന്നുന്നു. പെട്ടെന്ന് എഫക്റ്റ് കിട്ടണമെങ്കിൽ സർജറി വേണം. അതെ. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ എങ്ങും പറ്റില്ല, എന്നിട്ട് നേരെ പോയി മധുരയ്ക്ക് പോയി സർജറി. ഞാനും കൂടെ പോയി. കാരണം ഇത് അദ്ദേഹത്തിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാച്ചുറോപ്പതിയിൽ അലോപ്പതിയുടെ മരുന്നുകളൊന്നും കഴിക്കുകയില്ല. അപ്പൊ ആ ഓപ്പറേഷന് മുമ്പ് വേണ്ടതായ പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള മരുന്നും ടാബ്ലറ്റും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നോടെ ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ ഓപ്പറേഷന് കയറ്റുമ്പോഴത്തേക്കും പ്രഷർ കൂടും, ടാബ്ലറ്റ് ഞാൻ കഴിക്കില്ല. അപ്പോ ഇത് ഹോളിസ്റ്റിക് അപ്രോച്ച് നല്ലതാണ് പല കാര്യങ്ങൾക്കും. പക്ഷെ അതിനെ പ്രത്യേകമായിട്ട് ഈ ഒരു സിസ്റ്റത്തിന് മാത്രം നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത ഒരു ഭാഗമാണുള്ളത്. ഏതായാലും മിഥുൻ സാറിന്റെ ക്ലാസ് കൊണ്ട് കുറെ കൂടെ പ്രകൃതിയിലൂടെ ജീവിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ, പ്രകൃതിയെ കണ്ട് ജീവിക്കുക. ഇപ്പൊ ആ വൃക്ഷത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വളരെ കറക്റ്റാണ്, തത്വം കണ്ട് അത് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പൊ വ്യായാമം വേണമെന്ന് പറയുന്നതും എല്ലാം ശരിക്കും ഉൾക്കൊള്ളുന്നതും എല്ലാം ഓക്കെ. താങ്ക് യു. ശരിക്കും നമ്മുടെ സൈഡിൽ ഒരു ഓട്ടോമാറ്റിക് ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ തന്നെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വളരെ കൃത്യമായിട്ട് വരും. പക്ഷെ നമ്മളത് പലപ്പോഴും കുറുക്കു വഴികളിലൂടെ പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ആ നാച്ചുറൽ ആയിട്ടുള്ള ഹീലിംഗിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പറ്റുന്നത്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റിയല്ല നമുക്ക് പെട്ടെന്ന്. ഇപ്പൊ അലോപ്പതിയിലേക്ക് പോകുന്നില്ല, കഷായം കുടിച്ചാൽ മാറും എന്ന് പറഞ്ഞാൽ മാറും, സംശയമില്ല. പക്ഷെ അതുവരെ നോക്കിയിരിക്കാൻ പറ്റിയല്ല. ഇപ്പൊ കുട്ടികൾക്ക് പറയുന്ന ചൊറിയ ചടങ്ങ് കരപ്പനൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പുറത്തേക്ക് വന്നതിന് ശേഷം നേരെ ആവുള്ളൂ എന്ന് പറയാം. ആരും അതിന് തയ്യാറല്ല. നേരെ മറിച്ച് അതേ രീതിയിൽ ഒരു ലൈഫാണ് മാനേജ് ചെയ്യണമെങ്കിൽ ഇതൊന്നും വരികയില്ല, അത് വേറെ കേസ് കിട്ടും. പക്ഷെ അപ്പൊ തന്നെ പോയി വേറെ മരുന്ന് കഴിക്കുള്ളൂ, അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഇത് കാണിച്ചു കൊടുക്കുകയും അത് കൊള്ളാമെന്ന് തോന്നുകയും ചെയ്യുന്നവരെ അഡോപ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറഞ്ഞത് അതിന്റെ ഒരു വക്താവായിട്ടാണ് ജനം കാണുന്നത്. ഒത്തിരി മാറ്റം വന്നല്ലോ. ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നു. കാരണം അതിന്റെ ഗുണങ്ങൾ കണ്ടു. കാരണം ഈ അലോപ്പതിയുടെ ഒത്തിരി ദോഷവശങ്ങളും മറ്റു കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി അതിലൊരു ഇത് വന്നത്. പിന്നെ നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം അത് ഒത്തിരി മനസ്സിലാക്കി. ഹോസ്പിറ്റലിലെ കേസുകൾ വളരെ കുറവായിരുന്നു. അപ്പൊ ഇത് വെറുതെ ആയിരുന്നല്ലോ, പെട്ടെന്ന് പോയി. ഇതിനകത്ത് നമ്മളെപ്പോഴും ഈ വാർത്തകളുടെ പിന്നാലെ നമ്മൾ പോകും. വി ഹാവ് ടു ബി പ്രൊആക്റ്റീവ് മാനറിൽ ആക്ട് ചെയ്യണം. വേറെ എവിടെയെങ്കിലും ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ ആയിട്ട് ഉപകരണങ്ങളായി നിന്ന് കൊടുക്കുക. അതാ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ദുരന്തം വരുമ്പം അതിനെ തുടർന്ന് ഇനി ചിന്തിക്കാം. ആ തോട്ടേ തെറ്റായ തോട്ട്, ദാറ്റ് ഈസ് അബ്സർഡ് തിങ്കിങ് പ്രോസസ്. അതൊരു നല്ല പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് പറ്റിയ തോട്ടല്ല അത്. ഒരു സാക്ഷര സമൂഹമാണ് നമ്മളെങ്കിൽ
നമ്മൾ മറ്റുള്ളവർ കേരള മോഡൽ എന്ന് നമ്മളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെ ഭരണത്തിന്റെ രീതിയുള്ള ഇന്ത്യ ഗവൺമെന്റ് പോലും കോപ്പി അടിക്കുന്നുണ്ട്. അത് നമ്മൾ അപ്പൊ അങ്ങനെ ഉള്ള ഒരു സമൂഹം, നമ്മളൊരു പ്രശ്നം വരാൻ ഒരിക്കലും കാത്തിരിക്കരുത്. വി ഹാവ് ടു ക്രിയേറ്റ് വി ആർ ഓൾവേസ് തിങ്കിങ് ലൈക്ക് എ സൊല്യൂഷൻ പ്രൊവൈഡർ. അപ്പൊ ഹെൽത്തില് നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് ചിന്തിക്കുക. എന്റെ തോട്ട് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതില് എന്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടത്തെ കുറവെന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അത് പല ക്ലാസ്സിൽ പറഞ്ഞു. ആക്സസ് സെന്ററുകൾ ഇല്ല. ഈ ഒരു ക്ലാസ്സിൽ 10 പേരെടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മലയാളിയുടെ പ്രശ്നങ്ങൾ മാറുമോ? ഇല്ല. നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും. തൊട്ടപ്പുറത്ത് പോകുമ്പോൾ സ്കാനിങ് കാണും, തൊട്ടപ്പുറത്ത് വരുമ്പോൾ PHC കാണും, തൊട്ടപ്പുറത്ത് ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ നിങ്ങളെ വിളിച്ച് കയറ്റാനായിട്ട് ഈ സ്ഥാപനങ്ങളെ മുന്നിൽ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പൊ സമൂഹത്തിന്റെ മാത്രം കുറ്റമല്ല, പക്ഷെ ഇതിൽ അവെയറായി വന്നവര് എന്ത് ചെയ്യണം? ഇതിലേക്ക് വരണം. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനും ഇത് 4 പേർക്ക് കൊടുക്കാനും വെൽനസ് സെന്ററുകൾ രാജ്യത്ത് വ്യാപിക്കണം. വെൽനസ് സെന്ററുകൾ വരണം. മെഡിക്കൽ സ്റ്റോർ പോലെ ആവട്ടെ. അതാണ് എന്റെ സ്വപ്നം. വരട്ടെ. ഞാൻ കോച്ചുമാരെ ഒരു സൈഡിൽ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി എനക്ക് ഒക്കില്ല. പക്ഷെ എനിക്ക് കൺസൾട്ടൻസി നൽകാൻ പറ്റും. ഐ ക്യാൻ ഗീവ് യു ദ കൺസൾട്ടന്റ്. ആസ് എ കൺസൾട്ടന്റ് ആയിട്ട് എനിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ, എവിടെ, എങ്ങനെ, എപ്പോൾ, എന്ത് മോഡ് ഓഫ് കോണ്ടാക്ട് എന്താണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാൻ ഐ നോ. ഞാൻ ഈ മേഖലയിൽ 6 വർഷം വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഞാൻ കുറെ പോയിട്ടുണ്ട്. പക്ഷെ എല്ലാം തികഞ്ഞൊന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഒരു പറയാനുള്ള ഒരു എബിലിറ്റി എനിക്കുണ്ടെന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസത്തിൽ പറയുന്നു. അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ മുന്നോട്ട് വരണം. ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ നമുക്ക് അങ്ങനെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാം. ആൾക്കാർക്ക് കോച്ചിങ്, ലൈഫ് സ്റ്റൈൽ കോച്ചിങ്, ജീവിതശൈലി ഉപദേശിക്കുന്ന സെന്ററുകൾ വരണം. പുറത്തേക്ക് ഇറങ്ങിയാൽ കാണണം ആ ബോർഡ്, വെൽനസ് സെന്റർ. അപ്പോഴല്ലേ ആൾക്കാർ അങ്ങോട്ട് കയറോ? നിങ്ങൾ വിളിച്ച് കയറ്റാൻ സെന്റർ അവിടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ, എവിടെ പോയി ചോദിക്കും? ആരോട് ചോദിക്കും? അല്ലെങ്കിൽ ഒരു പക്ക ഓൺലൈൻ ഫെസിലിറ്റി, ഒരു ഫോണിലൂടെ കോൾ ചെയ്താൽ മറുതലക്കിൽ ആളെടുക്കാൻ ആളുണ്ടാവും. ഒരാളിരുന്നാൽ പറ്റൂലല്ലോ. 100 കോൾ അതേ സമയം വരും. അപ്പൊ ഒരു ടീം അവിടെ ഉണ്ടാവണം. അതിനൊരു മൊഡാലിറ്റി വേണം, അതിനുള്ള സിസ്റ്റം വേണം, കസ്റ്റമർ കെയർ പോലെ ആക്ട് ചെയ്യുന്ന ഒരു സംവിധാനം വേണം. അത്രയും പേരെ അഡ്രസ് ചെയ്യാൻ ഒരു മിനിറ്റിൽ 10 പേര് അല്ലെങ്കിൽ 100 പേരെ കോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. കാരണം കസ്റ്റമർ വിളിച്ചുകൊണ്ടിരിക്കാൻ നേരമല്ല. അവർ വിളിച്ചാൽ ആദ്യം കിട്ടണം. കിട്ടുകയും കളഞ്ഞിട്ട് പോകും. മൊബൈൽ വിളിച്ചിട്ട് നിങ്ങൾ 1 പ്രസ് ചെയ്യുക, 2 പ്രസ് ചെയ്യുക, 4 പ്രസ് ചെയ്യുക, 5 പ്രസ് ചെയ്യുക, ബാങ്ക് കോൾ ചെയ്യുന്ന കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര പേര് കേട്ടോണ്ടിരിക്കും? സർവീസ് ഹാസ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഫാസ്റ്റ് മൂവിങ് വേൾഡ് ആണ്. ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലുമൊക്കെ ഏരിയകളിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ഏരിയകളിൽ ഇടപെടുക. ഈ സയൻസ് അറിയിക്കാൻ കിട്ടിയ പ്രൊജക്റ്റ് ഏറ്റെടുക്കുക. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സാധ്യമാവുന്ന രീതിയിൽ. ഇപ്പൊ ഞാനൊരു വെയറബിൾ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ടു ദ പീപ്പിൾ. നമ്മൾ എന്തിനാണ് മറ്റൊന്ന് വിളിച്ചു വരാതെ നിൽക്കുന്നത്? നമ്മുടെ നിലനിൽക്കുന്ന ഹെൽത്തിനെ നിലനിർത്തി അതിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മറ്റൊന്നും വരത്തില്ല. നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിലോ മറ്റേ സ്കാനിങ്ങിനോ ടെസ്റ്റിങ്ങിനോ പോലും പോലെ നിങ്ങൾക്ക് ഞാൻ പറയാം, ഞാൻ ഒരു ടെസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 20 കൊല്ലം ഞാനൊരു ലാബ് ടെസ്റ്റും ചെയ്യാൻ പോയിട്ടില്ല. വാക്സിനും എടുത്തിട്ടില്ല. കോവിഡിന്റെ അൺവാക്സിനേറ്റഡ് റെക്കോർഡറാണ്, ഓൺ റെക്കോർഡാണ്, അൺവാക്സിനേറ്റഡ്. അപ്പൊ ഇങ്ങനെയും പോകാം. അപ്പൊ അത് ഇത്രയും പേര് അപ്പൊ പറയും നിങ്ങള്, പക്ഷെ അങ്ങനെയും എനിക്ക് പറ്റി. ദിസ് ഈസ് പോസിബിൾ. അപ്പൊ അത് നമ്മൾ ആരൊക്കെയോ വാർത്ത സൃഷ്ടിച്ച് പേടിപ്പിച്ച് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ നിർബന്ധവശ ആൾക്കാർ ചെയ്തു പോകുന്നതാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗൾഫിൽ പോകണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ, വേറെ എന്ത് ചെയ്യാനാ? അപ്പൊ അതൊരു നിർബന്ധം നമ്മൾ അതിലേക്ക് അങ്ങനെ ആകർഷിക്കും. അപ്പൊ അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്കറിയണം. അതിന് വേണ്ട എന്ത് മറുമരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. സെന്ററുകൾ വരണം, ആക്സസ് സെന്ററുകൾ ഉണ്ടാവണം. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള സെന്ററുകൾ നാട്ടിൽ പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലൊക്കെ ഇങ്ങനെ വരണം. വന്നാലാണ് ഇത് ആളുകൾ അറിയുള്ളൂ. അതിനുള്ള ക്യാമ്പുകൾ നടക്കണം. മെഡിക്കൽ ക്യാമ്പുകൾ ഇങ്ങനെ നടക്കണം. മരുന്ന് കൊടുക്കാനുള്ള ക്യാമ്പല്ല, ആരോഗ്യം പറഞ്ഞു കൊടുക്കാനുള്ള ക്യാമ്പ്. മറ്റേ ഇവര് എല്ലാരും ചെയ്യുന്നത് മരുന്ന് കൊടുക്കാനും മറ്റേ അത് ഒരു സൈഡ് നടന്നോട്ടെ. നമുക്ക് ആരോഗ്യം കൊടുക്കാനുള്ള ക്യാമ്പാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോകുന്ന പോലെ നിങ്ങൾക്ക് ആരോഗ്യം വാങ്ങാം. ദെയർ ഇസ് എ സൊല്യൂഷൻ അവൈലബിൾ നൗഡേയ്സ്. അപ്പൊ അതിലേക്കൊക്കെ എന്താ ചിന്തിക്കുക. ഇപ്പൊ പ്രൊയാക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഒരു മുഴ മുന്നേ ചിന്തിക്കുക. നമ്മൾ ഇത് വന്നിട്ട് അല്ല, ഒരാളെ കണ്ടിട്ട് ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പം നമുക്ക് നോക്കാം.
അതൊക്കെ നമ്മളിൽ ജെനറ്റിക്സിൽ വന്നു പോയി അങ്ങനത്തെ ചിന്തയൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ മീഡിയയുടെ പ്രശ്നമുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മൾ തന്നോണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ ന്യൂറോൺസിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, തെറ്റായ ന്യൂറോൺസ്. ഈ സാധാരണ ജനങ്ങള് ഇതൊക്കെ കണ്ട് വേണ്ടാത്ത ജങ്ക്സ് വായിച്ച് ചുമ്മാ കാഴ്ചകൾ കണ്ട് അവിടെ വിഷ്വൽ ഓഡിറ്ററി എല്ലാം അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വിഷ്വലും ഓഡിറ്ററിയും വേണ്ടാത്തതൊക്കെ കണ്ട് ഫോക്കസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ ഒന്നാമത് നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവണം, നല്ലൊരു മനസ്സുണ്ടാവണം, നല്ല എനർജി ലെവൽ ഹൈ ആയിരിക്കണം, നമ്മുടെ മറ്റ് സറൗണ്ടിങ്സ് എല്ലാം ഓക്കെ ആയിരിക്കണം. മറ്റ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ അഫക്ട് ചെയ്യാൻ പാടില്ല, ഒരു പരിചയം അവിടെ ഉണ്ടാക്കണം. പുറത്ത് എന്തു നടന്നോട്ടെ, ഭൂകമ്പം വന്നോട്ടെ, പ്രളയം വന്നോട്ടെ, നമ്മളെ അഫക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ആക്ട് ചെയ്യണം, അത് ഇമോഷണലി ഒന്നും ഹോണ്ട് ചെയ്യാൻ പാടാത്ത രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അത് പറ്റും, അങ്ങനെ പറ്റും, അത് പറ്റും. അതിന് ആ തരത്തിൽ നമ്മുടെ ഒന്ന് മൊഡാലിറ്റി ചേഞ്ച് ആവണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.